ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനവും കുടുംബസംഘവും സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർജറി കഴിഞ്ഞ് 10 വർഷം പൂർത്തിയാക്കിയ സ്വീകർത്താക്കളെയും ദാതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. അവയവങ്ങൾ മാറ്റിവെക്കപ്പെട്ടവരുടെയും അവയവദാതാക്കളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള. 2025 ആരംഭിച്ച ട്രസ്റ്റിന്റെ 1ാം വാർഷികവും 2ാം കുടുംബ സംഗമവുമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ പോയി ആ നഷ്ടം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവാൻ തീരുമാനിക്കുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതിനൊന്ന് കുടുംബത്തിൻ്റെ അംഗം നഷ്ടപ്പെടും, പ്രത്യേകിച്ച് മക്കൾ നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കളുടെ പ്രയാസം, കുടുംബനാഥൻ നഷ്ടപ്പെടുമ്പോൾ ഗൃഹനാഥയുടെ പ്രയാസം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതൊന്നും നമുക്കൊരു മരണം, അപ്രതീക്ഷിത മരണം സംഭവിക്കുമ്പോൾ ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥയുള്ള ആ സന്ദർഭത്തിലാണ് ഈ അവയവദാനം നടത്താൻ ബന്ധുക്കൾ മുന്നോട്ട് പോകും. അവയവദാനത്തെക്കുറിച്ച് ആളുകൾക്ക് അവബോധം നൽകുകയാണ് സംഘടന ലക്ഷ്യം വെക്കുന്നതെന്ന് ട്രസ്റ്റിന്റെ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ഡി ഭുവനേന്ദ്രൻ നായരും ഓർഗനൈസിംഗ് സെക്രട്ടറി നാസിം കെ തങ്ങളും പറഞ്ഞു. അവയവം നഷ്ടപ്പെട്ടു പോയ അവയവം നശിച്ചു പോയ ആളുകളുടെ അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരും അവയവം ദാതാക്കളും അവർക്ക് അവയവം കൊടുത്തവരും ആയുള്ള ഒരു സംഘടനയാണത്. അപ്പോൾ അവരുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗിയിൽ നിന്ന് ഏകദേശം 8 പേർക്ക് വരെ 8 അവയവങ്ങൾ വരുന്നവർക്ക് അവർക്ക് ദാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അവയവം കാത്തു കിടക്കുന്നവർക്ക് ഈ അത്രയും പേർക്ക് പൊതുജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാതെ ഈ മരണാനന്തര അവയവദാനം അല്ലാതെ അടുത്ത ബന്ധുക്കൾക്ക്, ഇപ്പോൾ അച്ഛൻ മകൾക്ക് കൊടുക്കുന്നു, മകൻ അച്ഛന് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയമതടസ്സം ഇല്ല. അങ്ങനെ ചെയ്യാറുണ്ട്. എന്തായിരുന്നാലും പരമാവധി ആളുകൾക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുക. ജീവിതശൈലി കൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ചൊക്കെ ഈ പറഞ്ഞ മാതിരി ആൽക്കഹോളിക് ലിവർ സിറോസിസും മറ്റേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ തന്നെയും ജനങ്ങളുടെ ഒരു ബോധവൽക്കരണം വളരെ കുറവാണ് ഈ അവയവദാനത്തെക്കുറിച്ച്. കാരണം ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് മരിച്ചു കഴിഞ്ഞാൽ അത് അവയവം കൊടുക്കുകയാണെങ്കിൽ അത് അവരെ മിനിസ്റ്റർ പറഞ്ഞ പോലെ നരകത്തിൽ പോകും എന്നൊക്കെ ഒരു ധാരണയുണ്ട്. ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ അത്രയും ആൾക്കാരും സ്വീകരിക്കുന്നില്ലേ? അപ്പോൾ അതും കൂടി ആ രീതിയിൽ നമ്മളും ചിന്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം അവയവം കൊടുക്കുന്നത് ശരിക്കും കുറ്റാരമല്ല, അതൊരു ദാനമാണ്. ആ ദാനം തീർച്ചയായിട്ടും നമ്മൾ വളർത്തണം, അതുപോലെ ബോധവൽക്കരണം നടത്തണം. ചടങ്ങിൽ വെച്ച് നിർധനരായ രോഗികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും ശ്രവണ സഹായ വിതരണവും നടന്നു. അവയവദാതാക്കൾ, സർജറി കഴിഞ്ഞ 10 വർഷം പൂർത്തീകരിച്ച സ്വീകർത്താക്കൾ, ആരോഗ്യരംഗത്ത് സേവനമനുഷ്ഠിച്ച വിദഗ്ധ ഡോക്ടർമാർ എന്നിവരെ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ഓർഗൻ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിക്കുന്ന സുവനീറിന്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നിർവഹിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.